അരവിന്ദൻ അച്ഛനെ പോലെ രാഷ്ട്രീയമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ രാഷ്ട്രബോധമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് റീവൈൻഡ് സിനിമാസിലൂടെ നമ്മൾ ഏത് സിനിമയാണ് റീവിസിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. 2004-ൽ മലയാളി യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ച സിനിമ 'ഫോർ ദ പീപ്പിൾ'. ഈ സിനിമ അന്ന് ഓഡിയൻസിനിടയിൽ വർക്കായതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അത് ഏതൊക്കെയായിരുന്നു നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കാൻ സാധ്യത 'ലജ്ജാവതിയെ' എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടപ്പോഴായിരിക്കും. ഈ പാട്ടിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് അല്ലാതെ വേറൊരാൾ ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കുന്നത് മമ്മൂട്ടിയുടെ മകളുടെ കല്യാണത്തിന് ഈ പാട്ട് പ്ലേ ചെയ്യുമ്പോഴാണ്. അന്ന് അവിടെ വന്ന മിക്ക ഗസ്റ്റുകൾക്കും ഈ പാട്ട് നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. സാധാരണ ആളുകളിലേക്ക് ഈ പാട്ട് എത്തുന്നത് ജൂക്ക് ബോക്സിലൂടെയാണ്. ഈ പാട്ട് റിപ്പീറ്റായി കേട്ട് കേട്ട് ആളുകൾക്ക് ഈ പാട്ടിന്റെ വിഷ്വൽസ് ഒന്ന് എങ്ങനെയും കണ്ടാൽ മതി എന്നുള്ള സിറ്റുവേഷനിലായിരുന്നു. ഈ പാട്ടിന്റെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത് തന്നെ ജാസി ഗിഫ്റ്റിന്റെ ശബ്ദമാണ്. ആ ഇടയ്ക്ക് ഗാനമേളകളിലെ സ്ഥിര അനൗൺസ്മെന്റ് ആയിരുന്നു ജാസി ഗിഫ്റ്റിന്റെ അതേ ശബ്ദത്തിൽ ലജ്ജാവതിയെ പാടുന്ന ഞങ്ങളുടെ ഇന്ന ഗായകൻ എന്നുള്ളത്. ആൻഡ് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു റാപ്പും അതേസമയം മലയാളി നൊസ്റ്റാൾജിയയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മലയാളം ലിറിക്സിന്റെയും കൂടെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിരുന്നു ഈ പാട്ട്. ഈ റാപ്പ് എഴുതിയത് ജാസി ഗിഫ്റ്റാണ്. ആൻഡ് ഇതിന്റെ മലയാളം വരികളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈതപ്രമാണ് ആ വരികൾ എഴുതിയത്. അതും വെറും 15 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം അത് എഴുതി തീർത്തത് എന്ന് പറയുന്നു. മലയാളി ഓഡിയൻസിനിടയിൽ അത്രയധികം പോപ്പുലർ അല്ലാത്ത ഒരു ജോണറിലായിരുന്നു ഈ പടം. സിസ്റ്റത്തിനെതിരെ നിൽക്കുന്ന 4 ചെറുപ്പക്കാർ. കമ്പാരിറ്റീവ്ലി ന്യൂ കമേഴ്സ് ആയിരുന്നു ഈ സിനിമയിലെങ്കിലും അവരുടെ സ്റ്റൈലും സ്വാഗും ബൈക്കും ഡ്രസ്സിങ്ങും മോഡ് ഓഫ് ഓപ്പറേഷനും എല്ലാം അന്ന് യൂത്തിനിടയിൽ ട്രെൻഡ് സെറ്റേഴ്സ് തന്നെയായിരുന്നു. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന അക്കാലത്തെ ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാളയാറിലെ കൈക്കൂലി, അതുപോലെ ആഴ്ചയിലൊരിക്കൽ എന്ന് പറഞ്ഞ പോലെ നടക്കുന്ന ഹർത്താലുകൾ, പിന്നെ ബ്ലേഡ് മാഫിയ, വിഷമദ്യ ദുരന്തം, അങ്ങനെ കേരള ജനത ആ സമയത്ത് റീസെൻ്റ് ആയിട്ട് ഫേസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ വളരെ ഗംഭീരമായി കാണിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ സിനിമയിൽ റിയൽ ലൈഫിൽ 2 ആളുകളെ പറ്റിയും പറഞ്ഞു പോകുന്നുണ്ട്. ഫോർ ദ പീപ്പിളിനെ ഈശ്വറിനെ രാജന്റെ അനിയനായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയി ഉരുട്ടിക്കൊന്ന രാജനെയും തന്റെ മകന്റെ നീതിക്കായിട്ട് കോടതിയാകെ കയറി ഇറങ്ങി നിറങ്ങിയ ഈശ്വര വാര്യരെയും നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവില്ല. 27 വർഷമായി ഇപ്പോഴും ഞാൻ കാത്തിരിക്കുക. എന്തെങ്കിലും വിവരം കിട്ടിയോ? അപ്പോ ഈശ്വർ രണ്ടാമന അവനെ വേണോ? ഫാക്ടറി മാലിന്യം മൂലം ചാലിയാർ ചുറ്റുപ്രദേശത്തുള്ള ഒരുപാട് പേർക്ക് ക്യാൻസർ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ സമരം ചെയ്തൊരു വ്യക്തിയായിരുന്നു KA റഹ്മാൻ. അദ്ദേഹത്തിന്റെ വിധിയും വ്യത്യസ്തമായിരുന്നില്ല. അദ്ദേഹവും ക്യാൻസർ വന്നിട്ട് തന്നെയാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ഷെഫീഖിനെ സിനിമയിൽ കാണിക്കുന്നത്. അതുപോലെ ഈ സിനിമയിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഹീറോസിന് കൊടുക്കുന്ന പോലെ തന്നെ ഒരു കിടിലൻ ഡാൻസ് നമ്പർ വില്ലനും ജയരാജ് കൊടുത്തു എന്നുള്ളതാണ്. വില്ലന്മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മുടെ നായകന്മാർക്കും ഉണ്ടായിരുന്നു അവരുടെ സ്വാഗ് കാണിക്കുന്ന ഒരു കിടിലൻ ഇൻട്രോസ്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഒരു മെലഡി ആൻഡ് റാപ്പിന്റെ മിക്സ് ആയിരുന്നു ഈ പാട്ട്. ഫോർ ദ പീപ്പിളിൽ ഏറ്റവും കൾട്ടായി മാറിയ ലജ്ജാവതി എന്ന സോങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. നമുക്കറിയാം, ഫോർ ദ പീപ്പിളിന് മുമ്പ് ഭരത് ചെയ്തത് ബോയ്സ് എന്ന് പറയുന്ന പടമായിരുന്നു. അതിലും ഡാൻസിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വേഷമാണ് പുള്ളി ചെയ്തത്. ഈ പാട്ട് കൊറിയോഗ്രാഫി ചെയ്തത് ശ്രീധർ മാസ്റ്ററാണ്. സത്യം പറഞ്ഞാൽ ഈ പാട്ടുമായിട്ട് കണക്ട് ചെയ്ത 3 പേർക്കും, ഭരത്തിനും ഗോപികയ്ക്കും ശ്രീധർ മാസ്റ്റർക്കും, ഈ ഒരു പാട്ടിനും ഈ ഒരു സിനിമയ്ക്കും ശേഷം തെന്നിന്ത്യയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. ആൻഡ് മറ്റൊരു ഫൺ ഫാക്ട് എന്ന് പറയുന്നത് വെറും ഒരേ ഒരു ദിവസം കൊണ്ടാണ് ഈ ഒരു മൊത്തം പാട്ട് ശ്രീധർ മാസ്റ്ററും ഭരത്തും കൂടെ കൊറിയോഗ്രാഫി ചെയ്തത് എന്നാണ് പറയുന്നത്. ലജ്ജാവതി മാത്രമല്ല, അതിനുശേഷം രണ്ടാമത് ജാസി ഗിഫ്റ്റും ശ്രീധർ മാസ്റ്ററും ഒന്നിച്ച ഒരു പാട്ട് കൂടെയുണ്ട്. ആ പാട്ടിൽ ശ്രീധർ മാസ്റ്റർ അഭിനയിച്ചിട്ടുണ്ട്. അതും മാത്രമല്ലാതെ അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. ആ പാട്ട്. ഇനി ഈ സിനിമയിലെ നായകന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ഗോപികയും പ്രണതിയുമായിരുന്നു ഈ സിനിമയിലെ ലീഡ് ഹീറോയിൻസ്. ആൻഡ് ഈ സിനിമയിലെ പാട്ടുകൾ കൊണ്ട് തന്നെ ഗോപികയ്ക്ക് ഏറെ പോപ്പുലാരിറ്റി ലഭിച്ചു. അതിനുശേഷം ഒരുപാട് നല്ല സിനിമകളുടെ പാട്ടാവാനും ഗോപികയ്ക്ക് സാധിച്ചു. പഴയകാല ആക്ടറായ ജോസിന്റെ മകളാണ് പ്രണതി. ആൻഡ് ഇത് അവരുടെ ഫസ്റ്റ് സിനിമ കൂടിയാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ പ്രണതി അവതരിപ്പിച്ച ടീനയ്ക്കാണ് ഫോർ ദ പീപ്പിളിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ സാധിച്ചതും അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതും. തെറ്റാണെന്ന് ആര് പറഞ്ഞു? ചെയ്തതൊക്കെ ശരിയാണെങ്കിലോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നേ. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നേ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് നരേൻ്റെ രാജൻ മാത്യു എന്ന് പറയുന്ന പോലീസ് ഓഫീസർ. ഇൻഫാക്ട് ഈ സിനിമയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നരേൻ ആദ്യം വന്നത് ഫോർ ദ പീപ്പിളിലെ 4 സംഘത്തിൽ ഒരാളായിട്ട് അഭിനയിക്കാനാണ്. പിന്നീട് ഈ റോളിലേക്ക് എത്തിപ്പെടുകയായിരുന്നു എന്ന്. ആൻഡ് ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ റോള് നരേൻ തന്നെ ചെയ്തത് ഗംഭീരമായി എന്നുള്ളതാണ്. കാരണം 4 പേരോട് ഒറ്റയ്ക്ക് നിന്ന് തീർക്കുന്ന ഒരു പവർഫുൾ ക്യാരക്ടറാണ് ഈ രാജൻ മാത്യു. ആൻഡ് ആ ക്യാരക്ടറിനെ ഒരു പുതുമുഖത്തിന്റെ പതറിച്ചയില്ലാതെ നരേൻ സൂപ്പറായിട്ട് ചെയ്തു വെക്കുകയും ചെയ്തു.
ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിൽ സ്വാഗ് കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ടും എന്റെ ഫേവറേറ്റ് അരുൺ ചെറുകാവിൽ അവതരിപ്പിച്ച അരവിന്ദ് എന്ന ക്യാരക്ടർ തന്നെയാണ്. അരവിന്ദിന് അച്ഛനെ പോലെ രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? ഇല്ല സർ, രാഷ്ട്രബോധമുണ്ട്. ലോകത്തെ ആകെ മാറ്റിമറിച്ച് കളയാന്ന് കരുതിയിട്ടൊന്നുമല്ല നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചത്. പക്ഷേ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ഒരു ചെറുവിരലിന്റെ അനക്കം അത്രയെങ്കിൽ അത്ര, പക്ഷെ ചെയ്തിരിക്കണം. ആൻഡ് ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ പടം ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നെയാണ് അരുണിനെ ഈ സിനിമയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഒരു നല്ല സിനിമയ്ക്ക് ക്യാമറയ്ക്ക് മുൻപിലുള്ള ആക്ടേഴ്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാമറയുടെ പുറകിലുള്ള ആളുകളും. അതുകൊണ്ട് തന്നെ നമ്മളിനി പറയാൻ പോകുന്നത് 4 മാസ്റ്റർ ക്രാഫ്റ്റ്മെനെ കുറിച്ചാണ് ഫോർ ദ പീപ്പിളിൻ്റെ പുറകിൽ. അതിലൊന്ന് നമുക്കറിയാം നാഷണൽ അവാർഡ് വരെ കിട്ടിയ ഡയറക്ടർ സാക്ഷാൽ ജയരാജ് തന്നെയാണ്. ആൻഡ് ഫോർ ദ പീപ്പിളിന് മുൻപ് അദ്ദേഹം ഹൈവേയും ജോണി വാക്കറും ദേശാടനവും മില്ലേനിയം സ്റ്റാർസും പോലെ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ പടങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തെ ഒരു ട്രെൻഡ് സെറ്റർ ആക്കിയത് ഫോർ ദ പീപ്പിൾ ആയിരുന്നു. ഇനി പറയാനുള്ളത് ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ കാര്യമാണ്. നമ്മൾ ഇന്നും റീവാച്ച് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ, മേഘമൽഹാറും ഗ്രാമഫോണും അതുപോലെ സ്വപ്നക്കോട് ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകളുടെ റൈറ്ററാണ് അദ്ദേഹം. ആൻഡ് സിനിമ മാറി വന്നതിനനുസരിച്ച് അദ്ദേഹവും മാറി. അതിനുശേഷം 2010 ശേഷം ഡയമണ്ട് നെക്ലസ്, ഇന്ത്യൻ പ്രണയകഥ, വിക്രമാദിത്യൻ, അങ്ങനെ പല സൂപ്പർ ഹിറ്റുകളുടെയും ഭാഗമാവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മലയാളികൾക്ക് അധികം സുപരിചിതമല്ലാത്ത എഡിറ്റിംഗ് പാറ്റേണും വിഷ്വൽസും ഫോർ ദ പീപ്പിളിലൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 വ്യക്തികളാണ് സിനിമാറ്റോഗ്രാഫർ RD രാജശേഖറും എഡിറ്റർ ആന്റണിയും. ഫോർ ദ പീപ്പിളിന് മുന്നേ ഇരുവരും കൊളാബറേറ്റ് ചെയ്ത ഒരു അടിപൊളി പടമുണ്ട്, സൂര്യയുടെ കാക്ക കാക്ക. കാക്ക കാക്കയുടെ ചെറിയൊരു ഇൻഫ്ലുവൻസ് എങ്കിലും വിഷ്വലി ഫോർ ദ പീപ്പിളിൽ വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി നരേന്റെ സീൻസിലൊക്കെ. ആളുകൾക്ക് ബോർ അടിക്കാത്ത രീതിയിലുള്ള ഫാസ്റ്റ് കട്ട് എഡിറ്റ്സ് ആയിരുന്നു ആന്റണി ഈ സിനിമയിൽ യൂസ് ചെയ്തത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഈ സിനിമയ്ക്ക് ബെസ്റ്റ് എഡിറ്റർക്കുള്ള അവാർഡ് ലഭിച്ചതും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ അവാർഡും. ആന്റണി നിസ്സാരക്കാരനായിരുന്നില്ല, ശങ്കറിന്റെ ഇന്ത്യൻ സിനിമ പോലും എഡിറ്റ് ചെയ്തത് ഇദ്ദേഹമായിരുന്നു. ഫോർ ദ പീപ്പിളിന് ശേഷം ഇരുവരും കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചിത്രങ്ങളായിരുന്നു സിലെന്നൊരു കാതലും ഗജനിയും. അപ്പോൾ ഈ സിനിമയെ പറ്റി ഞങ്ങൾക്കറിയാവുന്ന മാക്സിമം ഇൻഫോർമേഷൻസ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇൻഫോർമേഷൻ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കമന്റ് ബോക്സിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തിച്ചേരുന്നവരെ till then we are signing off from Raven Cinemas. Bye bye.